നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രിയ പത്നി കസ്തൂർബ ഗാന്ധി. ആ പേര് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ കസ്തൂർബ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ വേണ്ട വിധം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെ ഗാന്ധിജി സജീവമായിരുന്ന എല്ലാ സമരങ്ങളിലും നിറസാന്നിധ്യം ആയിരുന്നു കസ്തൂർബ. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ബോംബെയിലെ ശിവാജി പാർക്കിലെ ജനക്കൂട്ടത്തെ ഗാന്ധിക്ക് പകരം താൻ അഭിസംബോധന ചെയ്യും എന്ന് കസ്തൂർബ ഗാന്ധി തീരുമാനിക്കുന്നു. അനാരോഗ്യത്തെ തുടർന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലരും കസ്തൂർബയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കസ്തൂർബയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അപകടം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം അവരെ അറസ്റ്റ് ചെയ്ത് പൂനെയിലെ അഗാക്കൻ തടവറയിൽ അടച്ചു. ആ തടവറയിൽ വെച്ച് കസ്തൂർബയ്ക്ക് രോഗം മൂർച്ഛിച്ചു. അങ്ങനെയാണ് 1944 വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ തടവറയിൽ കിടന്ന് കസ്തൂർബ മരണത്തിന് കീഴടങ്ങിയത്. 8 പതിറ്റാണ്ടിനിപ്പുറം കസ്തൂർബയെ എന്തിന് ഓർക്കണം എന്നായിരിക്കും. കസ്തൂർബയെപ്പോലെ ചരിത്രത്തിൽ വേണ്ടത്ര ഇടം നേടാതെ പോയ, ചരിത്രത്തിലെ ഇടം പിടിക്കാത്ത ആയിരക്കണക്കിന് സ്ത്രീകളുടെ കൂടി സമര പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിലും കസ്തൂർബ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. അവരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിനെതിരെ, അവരെ അടിച്ചമർത്തുന്ന സാംസ്കാരിക ദൂഷ്യത്തിനെതിരെ ഗാന്ധിയോട് പോലും അവർ കലഹിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഇപ്പോഴും കലഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങ് കേരളത്തിൽ പോലും. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്ക് നിക്ഷേപകരെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന് താഴെ നൂറുകണക്കിന് സ്ത്രീകൾ പ്രതിഷേധം തുടരുകയാണ്. 2 ആഴ്ചയായി അവർ പ്രതിഷേധം നടത്തുന്നു. കസ്തൂർബയെ പോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ കുടുംബങ്ങളുടെ ഇഴയടുപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോകുന്നത്. ഈ പോരാട്ടങ്ങൾ തുടരുമ്പോൾ കസ്തൂർബയെ പോലെ മുഖമില്ലാത്ത നൂറുകണക്കിന് സമര പോരാളികളെ നമുക്ക് ഓർത്തുകൊണ്ടേ ഇരിക്കാം.